എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമെത്തുന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഒത്തിരി പേർക്ക് ഇഷ്ടമായെന്നറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. റിൻറ്റു ആണെങ്കിൽ പറയുന്നത്, ചേച്ചി മീൻ കണ്ടിട്ട് ഓടി വന്നതാ, ഓടിച്ചാടി വന്നതാണ്. എനിക്കും അങ്ങനെ മീനിൻ്റെ ഏത് വീഡിയോ കണ്ടാലും ഞാൻ ആരുടെ ആണെങ്കിലും മീൻ ക്ലീനിങ് ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോൾ ഞാനും പോയി നോക്കും. അപ്പം മായ ചോദിച്ചായിരുന്നു, ചേച്ചി ഈ കുറേ നാൾ മീൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ടോ? ചിലർ പറയുന്ന ഉണക്കമീൻ്റെ ഇത് കുറേ നാളെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് 2-3 മാസമൊന്നും വെക്കുന്നില്ല. 1 മാസമൊക്കെ ഇരുന്നാലും പിന്നെ ഇതുപോലെ ഫ്രഷ് ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ ഉണക്കമീൻ്റെ അങ്ങനെ ഒരു ടേസ്റ്റ് അങ്ങനെ വന്നിട്ടില്ല. നല്ല മീൻ ഫ്രഷ് മീൻ വെക്കുവാണെങ്കിൽ. കാരണം ഇവിടെ അങ്ങനെ കറണ്ട് പോകുന്ന പരിപാടിയേ ഇല്ല. ഒരു സമയവും കറണ്ട് പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെന്തുവാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ സ്റ്റൈൽ ഒരു ആലു പൊറോട്ട. ആദ്യത്തെ എനിക്ക് ഇത്ര ഫ്ലോപ്പായി വീഡിയോ നിങ്ങൾ കാണുക. എൻ്റെ സ്റ്റൈൽ മിന്നു കുറേ നാൾ കൊണ്ട് ചോദിച്ചാൽ, ചേച്ചി ആലു പൊറോട്ടയുടെ വീഡിയോ, പിന്നെന്തുവാ ചോല ഭട്ടൂര. ഈ ഭട്ടൂര ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് പറയാൻ രാവിലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ വൈകിട്ടെങ്ങാണേ ഉണ്ടാക്കാം. രാവിലെ നമുക്ക് അത് കുറേ നേരമൊക്കെ കുഴച്ച് വെക്കണം. അതുകൊണ്ടൊക്കെ നമുക്ക് രാവിലെ ഈ ഗഡുബടിന് പെട്ടെന്ന് ടിഫിനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ ഭട്ടൂര പറ്റത്തില്ല. അതുകൊണ്ട് ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തേ. അപ്പം നമ്മുടെ ആലു പൊറാട്ട നോക്കണേ. നിങ്ങൾ ഇതെന്താ ആലു പൊറാട്ടയെന്ന്. ഓക്കെ, എല്ലാവരുടെയും കമൻസ് ഞാൻ കണ്ടു. ഇത്തിരി ബിസി ആയിപ്പോയി. റിപ്ലൈ ഞാൻ തരാൻ കേട്ടോ. ഇന്ന് രാത്രി ഒക്കെ ഇപ്പം മണി 11. ഇവിടുത്തെ ഈ കൊട്ടും മേളവും കഴിഞ്ഞതേ ഉള്ളൂ. ഇത്ര നേരം എനിക്ക് ഒട്ടും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ദിവസം ഇനി കുറച്ച് 2-3 ദിവസം കൂടെ അല്ല ഉള്ളു. അപ്പം സമയം കൂടി. നേരത്തെ 10 മണിക്ക് നിർത്തുമായിരുന്നു. ഇപ്പോഴാണ് നിർത്തിയത്. 11 മണിയാകാറായണ്ടേ. നാളെ ഇതിനേക്കായി സമയം കൂടുമായിരിക്കും. ഓക്കെ, അന്നേരം രാവിലെ ആലു പൊറോട്ട ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ഇതൊന്ന് കുഴച്ച് അതൊന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കട്ടെ. അപ്പോൾ ഉരുളൻകിഴങ്ങ് ഞാൻ ഇന്നലെ രാത്രിയിലെല്ലാം ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ മണി 12 മണി കഴിച്ചാൽ പിന്നെ ലേറ്റ് ആവുകയാണെങ്കിൽ അതിൽ ആ സമയത്ത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ അതിൻ്റെ വെള്ളമൊക്കെ വാലാനായിട്ടൊരു അരിപ്പ പാത്രത്തിൽ ഇട്ട് വെച്ചേക്കുമായിരുന്നേ. ഇപ്പോൾ രാവിലെ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് പൊളിച്ചിട്ട് ഞാനിങ്ങനെ ഇതിൻ്റെ അകത്ത് വെച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ലാസ്റ്റ് വരെ നമ്മളിങ്ങനെ ഉരയ്ക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ കൊള്ളുമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഫോർക്ക് കൊണ്ടൊന്നും കുത്തിയിട്ടത് ശരിയായില്ല. ഒട്ടും കട്ടയില്ലാതെ നമ്മൾ ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത്, നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് കൂടെ അരിഞ്ഞ് ചേർക്കാം. ഞാൻ പച്ചമുളക് ചേർത്തില്ല. അതിന് പകരം ഞാൻ മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും, പിന്നെ ഒരു 2 പിഞ്ച് നമ്മുടെ ചെറിയ ജീരകവും, ഒരു 1/2 ടീസ്പൂൺ അയമോദകം ഒന്ന് കൈയിട്ട് ഞാനിന്ന് ഞെരടിയിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചിങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നോ, ഇങ്ങനെ ആദ്യത്തെ എനിക്കൊരു അബദ്ധം പറ്റി, വലിയ ഉരുളയായിപ്പോയി. കാരണം ചപ്പാത്തി വീണ്ടും അത് പരത്തിയിട്ട് ആയപ്പോൾ അതങ്ങ് വലിയ ഇതായി. അപ്പം ഞാൻ ആദ്യം ഇങ്ങനെ നിങ്ങൾ എടുക്കുന്ന ഉടനെ പിന്നെ ഞാൻ ചെയ്തത് ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ രീതിയിലാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും നേരത്തെയൊക്കെ ഇങ്ങനെ നമ്മളിത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ നമ്മൾ സാധാരണ അത് ഇങ്ങനെ അത് എല്ലാം സീൽ ചെയ്തിട്ട് ഇങ്ങനെ പറത്തുന്ന സമയത്ത് മൊത്തം പൊട്ടി പോകുമായിരുന്നു. എനിക്കാണെങ്കിൽ അങ്ങ് ദേഷ്യം വരുമായിരുന്നു. പിന്നെ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ശരിയാവും. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ആ നമ്മുടെ ഈ ഉരുട്ടുന്ന സാധനവും പലകയും എല്ലാത്തിലും അങ്ങ് ഈ ഫില്ലിങ് വെളിയിൽ ചാടി വരുമായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഫില്ലിങ് അങ്ങനെ നമുക്ക് നമ്മൾ ഇങ്ങനെ പരത്തുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ അതൊന്നും പൊട്ടിച്ചാടി വെളിയിലോട്ട് അങ്ങനെ വരത്തില്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഒരു സ്പൂണും കൊണ്ട് കുറച്ച് ഫില്ലിങ് ഇങ്ങനെ നടുക്ക് വെച്ചിട്ട് അതിങ്ങനെ നമ്മളൊന്ന് സ്പ്രെഡ് ആക്കുന്നുണ്ടെങ്കിൽ ആ സ്പൂണിൻ്റെ മൂട്ടും പുറകു വശത്ത് ഇച്ചിരി ഓയിൽ തേക്കുമ്പോൾ അത് അങ്ങ് ശരിയാവും, പൊട്ടിപ്പിടിക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ആ സ്പൂണിൽ ഈ ഫില്ലിങ് ഇങ്ങനെ പിടിക്കും. അപ്പോൾ എന്നിട്ട് വേറെ നമ്മൾ 2 ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കണ്ടേ. എന്നിട്ട് മറ്റേ ചപ്പാത്തി ഇങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ സൈഡെല്ലാം നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കണം, ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് നമ്മൾ ഒന്നുകൂടെ പരത്തുന്നുണ്ടെങ്കിൽ ഈ ചപ്പാത്തി കുറേയും കൂടെ അങ്ങ്
വലുതാവും. അതുകൊണ്ട് അതനുസരിച്ച് ചെറിയ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി. കാരണം ഞാനാണെങ്കിൽ എനിക്ക് ഈ ആട്ടയിലും ഒരു സംശയമുണ്ട് കേട്ടോ. ഈ ആട്ട നല്ല ഗോതമ്പല്ല, ഇച്ചിരി മൈദ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ നീണ്ടു പോത്തില്ലേ, അതുപോലെ ഞാൻ കടയിൽ ആശീർവാദ ആട്ടയാണ് പറഞ്ഞത്. അപ്പോൾ അവർ പുതിയൊരു ബ്രാൻഡ് ആട്ട കൊടുത്തു വിട്ടു. അപ്പോൾ എനിക്ക് അർജൻറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ അത് തിരിച്ചു കൊടുത്തില്ല. എനിക്ക് പക്ഷേ ആശീർവാദ ആട്ടയുടെ കൂട്ടിത് ഇഷ്ടപ്പെട്ടില്ല. അത് പരത്തുന്നുണ്ടേ കുറേയും കൂടെ നമ്മൾ മൈദ മാവ് നമ്മൾ സാധാരണ പരത്തുമ്പോൾ അത് നീണ്ട് എത്രയും വലിയുമോ റബ്ബർ പോലെ അത് വലിയത്തില്ലേ, അതുപോലെ ഇതും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തിന്നായിട്ട് കുഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് തിന്നായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് ആദ്യത്തെ പൊറോട്ട ഉണ്ടാക്കി ഞാൻ പറഞ്ഞാൽ വലിയതായിരുന്നെന്ന്. അപ്പോൾ അത് ഇച്ചിരി കട്ടിയായിട്ട് ഹാർഡായിട്ടായിരുന്നത്. അത് വേവാനൊക്കെ ഇത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഇതിനേക്കാൾ ചെറിയ ഗോള ഉണ്ടാക്കിയിട്ട് കുറേ കൂടെ നമ്മൾ പരത്തത്തില്ലേ, അതനുസരിച്ച് കട്ടി കുറച്ച് ഇതുണ്ടാക്കണേ. അപ്പോൾ രണ്ടാമതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് ചെറിയ ഇതാണ് ഉണ്ടാക്കിയത് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് വെക്കണേ. കാരണം നമ്മൾ പരത്തുന്ന എന്തുവന്നാലും ഞാൻ ഗ്യാരണ്ടി തരുമോ, വെളിയിൽ ഇങ്ങനെ ചാടി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു ഗോള ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ടി കുറച്ചുണ്ടാക്കാൻ നോക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ നെയ്യോ ബട്ടറോ ഓയിലോ ഒക്കെ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ എൻ്റെ ഐഡിയയിൽ ഇതൊന്ന് ചെയ്തത്. ഇനി ഞാൻ വേറൊരു ഐഡിയയും കൂടെ ചിന്തിക്കുന്നുണ്ട്. അതും ഞാൻ സമയം പോലെ ഇതൊന്നും ഉണ്ടാക്കിത്തരാം. പക്ഷേ ഈ ആലു പൊറോട്ട പിള്ളേർക്ക് ഈ 2 എണ്ണം വെച്ച് ടിഫിന് കൊടുത്താനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അല്ലാതെ എല്ലാവർക്കും കൂടെ വീട്ടിൽ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കുറേ സമയം എടുത്തായിരുന്നു. അതുപോലെ നമ്മൾ ആ സൈഡ് ഒട്ടിക്കുമ്പോഴും നന്നായിട്ട് അമർത്തി ഒട്ടിക്കണേ, അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല. അപ്പം അങ്ങ് കറക്റ്റ് പെർഫെക്റ്റ് അളവ് വേണമെന്നൊന്നുമില്ല. ചെറുതാന്നേലും നമുക്കത് നീട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, രുചി ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ ഇത്രയും ചെറിയ ചപ്പാത്തി ആണെങ്കിലും അതിങ്ങനെ പരത്തി വരുന്ന ഉടനെ കുറേയും കൂടെ വലുതാവും പതുക്കെ. പക്ഷേ അത് നമ്മൾ പരത്തുന്ന ഉടനെ ഇച്ചിരി പതുക്കെ, ഒത്തിരി അങ്ങ് ഫോഴ്സ് ചെയ്യാതെ പതുക്കെ പരത്തുകയും വേണേ. അങ്ങനെ ഞാൻ ഇതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പം നിങ്ങൾ ഇതുപോലെ താല്പര്യമുള്ളവർ ഇതുപോലെ ചെയ്യുക. അല്ലാതെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഫില്ലിംഗ് വെച്ച് ചെയ്യാൻ പ്രാക്ടീസ് ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യേ. അപ്പോൾ രാവിലത്തെയൊക്കെ ഇത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ കഴിക്കാൻ നല്ല. സാധാരണ ഈ ഗുജറാത്തീസൊക്കെ കഴിക്കുന്നത് തൈര് അല്ലെങ്കിൽ അച്ചാർ അതൊക്കെ കൂട്ടിയാണ്. അപ്പോൾ രാവിലത്തെ എല്ലാം കഴിഞ്ഞുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കിച്ചണിൻ്റെ അംഗം കണ്ടോ. ഇനി ഇതെല്ലാം ഒതുക്കി പാത്രങ്ങളെല്ലാം കഴുകി അതിന് ശേഷമാണ് അടുത്ത പരിപാടി. വെള്ളം കുടിക്കാൻ വെക്കുന്നേയും അത് ഇത് ചെയ്യുന്നതെല്ലാം. ഇതെല്ലാം ഒന്ന് ഒതുക്കി വരുമ്പോഴത്തേക്കിന് നമ്മൾ ഒരു ചോറും കറിയും വെച്ച അവസ്ഥയാണ്. എല്ലാം അതാത് സാധനത്തെല്ലാം ഫ്രിഡ്ജ് വയ്ക്കണം. എന്നിട്ട് ഞാൻ രാവിലെ അതിൻ്റെ ഫില്ലിങ്ങിന് ഉരുളൻകിഴങ്ങ് എടുത്തില്ലേ, അതിലൊരു ഇത്തിരി ഫില്ലിങ് കൂടുതലായതുകൊണ്ട് ഒരു 3 ഉരുളൻകിഴങ്ങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉച്ചയ്ക്കുള്ളവർക്ക് കൂട്ടാനുണ്ട്. ഞാൻ ചിന്തിച്ചെന്നാൽ ഉച്ചയ്ക്ക് അതൊരു കൂട്ടാനാക്കാമെന്ന് വെച്ച്. പിന്നെ ചപ്പാത്തിക്ക് അപ്പം ഞാൻ പാതാമ്പരം എല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെ എല്ലാം അങ്ങോട്ട് മോറിക്കകത്തോട്ട് സിങ്കിൻ്റെ അകത്തോട്ട് ഇടുക. പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കണം ഇനിയും. എന്നിട്ട് കുടിക്കാൻ വെള്ളം വെക്കണം, കുടിക്കാൻ തിളപ്പിക്കണം, ഗ്യാസും എല്ലാം ഒന്ന് ഒത്തിരി അങ്ങ് ഡീപ്പ് ക്ലീനിങ് അല്ല, ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. എത്രയ്ക്കാന്നേലും ഇച്ചിരി ചായയോ ഓയിലൊക്കെ തെറിക്കും. അപ്പോൾ അതൊന്ന് തുടച്ചിങ്ങെടുക്കട്ടെ. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ഈ ഡസ്റ്റ്ബിൻ്റെ അകത്ത് ഇടുന്ന കവറുണ്ടല്ലേ, അത് ഈ പ്ലാസ്റ്റിക് അത് ഇച്ചിരി വലുതാണ്. അപ്പോൾ അത് ഇതോടെ ഇതിൻ്റെ അകത്ത് ഇടുവാണെങ്കിൽ ഈ കച്ചട ഇവർ വേസ്റ്റൊക്കെ ഇടുന്ന ഉടനെ ഇങ്ങനെ പട്ടോന്നും പറഞ്ഞ് ഇടുവാണെങ്കിൽ അതങ്ങ് അകത്തോട്ടങ്ങാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനൊരു സൈഡ് ഒരു ഇച്ചിരി ഒന്ന് കെട്ടിയിട്ടാകുമ്പോൾ അതങ്ങ് ടൈറ്റായിട്ടിരുന്നോളും. അല്ലെങ്കിൽ പിന്നെ എനിക്കാ ജോലി അത്. ഇനിയിപ്പോൾ അടുത്ത ജോലി എന്ന് പറയുന്നത് മീനെടുത്ത് വെള്ളത്തിൽ ഇട്ടായിരുന്നു ഞാൻ. ഇനിയിപ്പം കണ്ട ഇത് നിറച്ച് ഇത്രയും തുണിയും പോട്ടെ പാത്രങ്ങളാണ്, അതൊന്ന് കഴുകട്ടെ. അപ്പം ഞാൻ ഇവിടോട്ട് ഷീറ്റ് എന്നിട്ടിട്ടെ അബ്സോർബർ നമ്മുടെ ഇട്ടിട്ട് പാത്രങ്ങൾ കഴുകി വെക്കട്ടെ. വാട്ടർ അബ്സോർബ് മാറ്റായതുകൊണ്ട് വെള്ളം ഇവിടെ എല്ലാം അങ്ങ് ആവത്തില്ല, തുളുമ്പാവത്തില്ല. ഇതതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നമുക്ക് വെച്ചാൽ മതി. വെള്ളം തോന്നു കഴിഞ്ഞ് ഞാനങ്ങ് മറ്റേ ഇതിൻ്റെ അകത്തോട്ട് എടുത്തിടും, ബേസിൻ്റെ അകത്തോട്ട്.
ഉണങ്ങിയ പാത്രങ്ങളൊക്കെ വെള്ളം വാർന്ന പാത്രങ്ങളെല്ലാം ഞാനിങ്ങ് എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഇപ്പം കഴുകിയതൊക്കെ ഒന്ന് വെള്ളം വാർന്നുകൊണ്ടേ അതിൻ്റെ അകത്തോട്ട് എടുത്തിരുന്നുണ്ട്. ഞാൻ ആ മാറ്റെടുത്തേ ഇവിടോട്ട് ഇങ്ങനെ ക്ലിപ്പിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഉള്ള വെള്ളം ഇങ്ങനെ ഊന്നു പോകും. ഇങ്ങനെ കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഈ 3 ഉരുളൻകിഴങ്ങ് ഇങ്ങനെ പുഴുങ്ങിയതിരിപ്പുണ്ടെന്ന്, അതിങ്ങനെ കട്ട് ചെയ്ത് ഒരു മസാല പോലെ ഉണ്ടാക്കാമെന്ന് വെച്ച് ചപ്പാത്തിക്ക് മഞ്ഞ കളറിൽ നമ്മൾ ഈ പൂരി മസാല ഉണ്ടാക്കത്തില്ലേ അതുപോലുള്ള ഇത് ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. പുഴുങ്ങിയതായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് റെഡി ആയിക്കോളും. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വാടി വന്നോണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും, മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളക് എൻ്റെ ഇല്ലായിരുന്നു, എന്നാലും ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ അരിഞ്ഞ് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഇച്ചിരി ഒന്ന് അടച്ചു വെക്കും. എന്നിട്ടത് ഒന്ന് ഉടച്ച് നല്ല പരുവത്തിലെടുത്തിട്ട് ഇച്ചിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ഞാനൊന്ന് ഉപ്പ് നോക്കിയതാണ് കേട്ടോ, അല്ലാതെ കഴിക്കാനെടുത്തില്ല. ഇച്ചിരി നമ്മൾ എന്തോന്നേരം ഒന്ന് ഇച്ചിരി ഒന്ന് എടുത്ത് തിന്ന് നോക്കുമല്ലേ. ഇച്ചിരി നേരം അടച്ചു കൊടുത്ത് പിന്നെ ഞാൻ ഇതൊന്ന് ഇങ്ങനെ ഉടച്ചെടുക്കുന്നുണ്ട്. പുഴുങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് ഉടഞ്ഞു വരും. അപ്പം നമ്മുടെ മസാല ഇവിടെ ഉരുളൻകിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതന്ന് വാങ്ങിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ വറ്റക്കുഞ്ഞ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നത്. അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, എനിക്ക് വറ്റക്കുഞ്ഞാന്ന് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് കാണുന്ന ആ മാർക്കറ്റിൽ ആദ്യമായിട്ട് അങ്ങനെ വരുന്ന കണ്ടിട്ടില്ല. അപ്പം ഞാൻ അതൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്, വറക്കാനായിട്ടാണ് എടുക്കുന്നത്. അപ്പം ഞാൻ സാധാരണ മീൻ കറി വെക്കുമെന്നുണ്ടെങ്കിൽ പുളിവെള്ളം കാണും ഇത് കഴുകാൻ. അപ്പോൾ ഇന്ന് പുളിവെള്ളം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ട, പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ അമ്മയൊക്കെ ചെയ്യുന്ന കല്ലുപ്പിട്ടായിരുന്നു ക്ലീൻ ചെയ്യുന്നത്. അപ്പം പറയാതിരിക്കാൻ ഒക്കത്തില്ല, ഇത് വറുത്ത് കഴിഞ്ഞ് എൻ്റെ അമ്മോ എന്തോ ടേസ്റ്റായിരുന്നെന്നറിയാമോ. ഇവിടുത്തെ പൊടിക്കുഞ്ഞ്, ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും പൊടിക്കുഞ്ഞ്, മീൻ തിന്നാൻ അറിയാത്ത കുഞ്ഞ് റെയ്ച്ചാന് കൊടുത്തിട്ട് പ്രൈസം മോൻ പോലും അത് കഴിച്ചിട്ട് അവനധികം വേസ്റ്റൊന്നും ആക്കിയില്ല. പക്ഷേ റെയ്ച്ചാൻ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയുണ്ടെങ്കിൽ കളയാനെടുത്ത് വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു അവിടെ പറഞ്ഞ് ഞാൻ എടുത്ത് നിന്ന് നല്ല കുറേ സൈഡൊക്കെ ആ മുള്ളിൻ്റെ അവിടെ കാണുന്ന മാംസം അതുപോലെ വെക്കും, അത് അടുക്കൂന്ന് ഇച്ചിരി പിച്ചി തിന്നും. എൻ്റെ പൊടിക്കൊച്ച് പ്രൈസം മോൻ അതിനേക്കാൾ നന്നായിട്ട് തിന്നും. നല്ല ടേസ്റ്റായിരുന്നു. കൊച്ചനും പറഞ്ഞ് പ്രൈസം മോന് ഈ മീനിൻ്റെ കണ്ണ് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ തലയോട് കൂടിയാണ് അത് വറക്കാനായിട്ട് എടുത്തത്. അപ്പം ഇവിടെ ആടിക്കും പോളിനും കൊടുത്ത ഉടനെ പോളിന് ഞാൻ തലയോട് കൂടി കൊടുത്ത് അവന് കഴിക്കുന്നതും കഴിയും. അവൻ പറഞ്ഞു എനിക്കിത് വേണ്ട ഏതെന്ന് പറഞ്ഞ് അവൻ അപ്പോഴത്തേന് കൊച്ചൻ പറഞ്ഞു ഇങ്ങിതാന്ന് പറഞ്ഞ് അവൻ പോയി. അവൻ്റെ തലയും ഇവൻ്റെ തലയും ഇവനാ തിന്നത്. അവിടെ അവന് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് അന്നത്ര 17 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 8ഉം 9ഉം ആക്കിയാണ് വെച്ചത്. 8 എണ്ണം ഇപ്പം ഞാൻ എടുത്തു. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മസാല പുരട്ടി വെക്കാം. ഇപ്പം ഉച്ചയ്ക്ക് ഞാൻ വറക്കുന്നില്ല, മസാല പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് വൈകിട്ടത്തേക്കിന് മതി എല്ലാവർക്കും. ഇപ്പം ചപ്പാത്തിക്കാർ ഇനി പോൾമോനും വൈകിട്ടേ വരത്തുള്ളൂ, 6:30-7 മണിയാകും. അപ്പോൾ അവൻ വരുമ്പോൾ ഒന്നി അവൻ അന്നേരം കഴിക്കും, പിന്നെ ഒരു കഴിപ്പില്ല, അല്ലെങ്കിൽ അന്നേരം കഴിക്കാതിരിക്കും, പിന്നെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കിപ്പം പ്രൈസം മോനും അപ്പച്ചനും ഇപ്പം ചപ്പാത്തി കഴിച്ചു, പിന്നെ എനിക്കേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്, പയറുതോരനുണ്ട്, ഇനി ഇതുകൂടെ ഒന്ന് വൈകിട്ട് വറക്കാമെന്നുള്ള രീതിയിലായിരിക്കുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വെട്ടിക്കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുമല്ലേ, ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ അങ്ങ് കുരങ്ങന്മാരുടെ ഭയങ്കര ശല്യമാണ്. അപ്പോൾ ഈ ദസറ നടക്കുന്നതിൻ്റെ കഴിഞ്ഞ ദിവസം ഇപ്പം ഞങ്ങളുടെ ഈ അടുക്കളയുടെ അവിടെയൊക്കെ ഇവിടെ എല്ലാം നെറ്റ് അടിച്ചേക്കുമായിരുന്നല്ലോ. ഇപ്പം നെറ്റെല്ലാം മാറ്റിയതുകൊണ്ട് എനിക്ക് വെളിയിലൊക്കെ കാണാം. ഇപ്പം മറ്റേത് വെളിയൊന്നും കാണാൻ ഒക്കത്തില്ലായിരുന്നു. അപ്പോൾ ഇവർ ഈ കഴ കെട്ടിയേക്കുന്ന കഴയേക്കൂടെ ഒത്തിരി കുഞ്ഞുങ്ങളും അല്ലാത്തതും എല്ലാം ഇങ്ങനെ ഓടുന്ന കാണാം. ഞങ്ങളിങ്ങനെ പ്രൈസമ്മോൻ ഇങ്ങനെ ഹോളി ഇങ്ങനെ മമ്മിയെ ഓടുവായോ വീഡിയോ എടുക്കുമോ തോണ്ടേ മങ്കി എന്ന് പറയും. നോക്കിയുണ്ടെങ്കിൽ ഞങ്ങളതിങ്ങനെ നോക്കിയുണ്ടേ ആ മങ്കി എന്തോ ഇതെന്ന് മനുഷ്യർ പിടിച്ച് കുലുക്കുന്നത് പോലെ കഴ ഈ മുളങ്കമ്പ് ഇട്ട് കുലുക്കുന്നു. നോക്കിയുണ്ട് അതിൻ്റെ ഇപ്പുറത്തോട്ട് കുഞ്ഞും തള്ളയും എല്ലാം ഉണ്ട്. ഈ ദാണ്ടിയ നടക്കുന്ന ആ ടാർപ്പിട്ട് മണ്ടേ കൂടെ എല്ലാം നടക്കുന്നത്. എനിക്ക് തോന്നുന്നു അവിടെ ഇവർ ഈ പൂജയ്ക്ക് പഴമൊക്കെ വെച്ചിരിക്കുന്നത് ഫ്രൂട്ട്സൊക്കെ പോയി എടുത്ത് തിന്നുമായിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പം ഞാനിതെല്ലാം ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിന് മസാല എന്തൊക്കെ എടുക്കുന്നത് കാണിക്കാമേ. 1.5 ടേബിൾ സ്പൂൺ
1.5 ടീസ്പൂൺ കടലമാവ്, മുളക് പൊടി, ഇച്ചിരി പെരിഞ്ചീരകപ്പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പിട്ട് അപ്പോൾ ഇച്ചിരി കടലമാവ് ചേർത്തതെന്ന് പറയാൻ ചിലർ ഗോതമ്പ് പൊടി ചേർക്കും. ഞാനിപ്പോൾ ഇച്ചിരി കടലമാവാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് ഇതിൻ്റെ ഇച്ചിരി ഒരു പുറകെ ഇത്തിരി കൂട്ടിങ് പോലെ ഇരിക്കുമല്ലോ. ഇവിടെ ആണെങ്കിൽ പോൾ പറയുന്നത് അതങ്ങോട്ട് ഇവൻ പറയുന്ന ഈ നമ്മൾ ഈ ലൈൻ കട്ട് ചെയ്യത്തില്ലേ, അതങ്ങ് നല്ല ഡീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തോട്ട് അങ്ങ് പുരട്ടണമെന്ന് പറയുന്നത്. എന്നിട്ട് ഈ കഴുത്തിൻ്റെ അവിടെ ചെകിളിയുടെ അവിടെ എല്ലാം നന്നായിട്ട് അകത്ത് പുരട്ടണമെന്നാണ് പോൾ പറയുന്നത്. അപ്പം ഞാനിതെല്ലാം നന്നായിട്ട് പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം എടുത്തുണ്ടേ അത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചായിരുന്നു. അപ്പോൾ ഇത്രയും വലിയ പീസാക്കാതല്ലേ നമ്മളിത് വറക്കുന്നത്, അതുകൊണ്ട് ചെറിയ തീയിലിട്ട് ഇങ്ങനെ നന്നായിട്ട് മുരിച്ചെടുത്തേലേ ഒക്കത്തുള്ളൂ. ഞാനിത് വാങ്ങിച്ചിട്ടില്ലായിരുന്നെന്ന്, പക്ഷേ നഷ്ടമായിപ്പോയി. നഷ്ടമല്ല കഷ്ടമായിപ്പോയി. 2 കൂട്ടം അവർ 300 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ. അപ്പം ഉണ്ടായിരുന്നു, നല്ല ഫ്രഷുമായിരുന്നു, നല്ല ഫ്രഷാണ്. പച്ചരി എന്ന് വെച്ചാൽ പച്ചരിയാണ്, ഇല്ല പിടയ്ക്കുന്ന മീനെന്ന് പറയത്തില്ല, അതുപോലെ പിടയ്ക്കുന്ന മീനായിരുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് ഇത് ദസറ തീരുന്നതിന് മുമ്പിട്ട് ഒന്നുകൂടെ ഒന്ന് പോകണമെന്നുണ്ട്. ഇതാണെങ്കിലും നല്ലതാണ്, പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി, വറുത്ത് കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവുമല്ലേ. അപ്പം ഞാൻ നമ്മുടെ മങ്കിയുടെയും കൂടെ ഇതിൻ്റെ അകത്തൊന്ന് ഇച്ചിരി ആഡ് ചെയ്തിട്ടുണ്ട്. ഇച്ചിരി ദൂരെയായിരുന്നു, അതുകൊണ്ട് എനിക്കിതൊരു സൂം ചെയ്ത് എടുക്കേണ്ടി വന്നു. അത് സൂക്ഷിച്ച് നോക്കിയാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ചൂടായതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതൊരു വല്ലാത്ത സൗണ്ട്, അതുകൊണ്ടാണ് ഞാനങ്ങ് നോർമൽ സൗണ്ട് ഇടാത്തത്. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ മീനൂടെ വറക്കാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയും കൂടെ ഞാൻ വറുത്തെടുക്കട്ടെ. ഇനി ഞാൻ നമ്മുടെ മങ്കിയുടെയാണ് കാണിക്കുന്നത്. ബംബു ഇച്ചിരി ഷേക്കായി, അവൻ ഷേക്ക് ചെയ്ത് മേപ്പോട്ട് കയറുക ഇല്ലേ? വേറെ ഉണ്ടടാ അവിടെ, അതുകൊണ്ട് ഇഷ്ടം പോലെ ഇരിക്കുന്നു. പെട്ടെന്നല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.